2019 സ്കീം S7 വരുന്ന സബ്ജക്റ്റ് എലക്റ്റീവ് പേപ്പറാണ് വെബ് പ്രോഗ്രാമിംഗ്. ഇതൊരു വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് എന്ന് സാധാരണ പറയാറുണ്ട്. ഫ്രണ്ട് എൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വെബ് ബ്രൗസറിൽ നമ്മളൊരു വെബ്സൈറ്റ് കാണുന്നത് എപ്പോഴും ഒരു വെബ് ബ്രൗസറിലൂടെയാണ്. ആ വെബ് ബ്രൗസറിൽ നമ്മൾ കാണുന്ന ആ വെബ് പേജസ് ഉണ്ടല്ലോ, ഈ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് HTML. അതായത് ആ വെബ് ബ്രൗസറിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ K2ൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു പേജ് ഉണ്ടല്ലോ, ആ പേജിനകത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാൻ ത്രൂ HTML ആണത് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. ഓക്കെ, ഈ HTML ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ആ ഡേറ്റ കോണ്ടന്റ് അവിടെ വന്നു, പക്ഷെ അത് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവത്തില്ല. ഈ ഭംഗി കൊടുക്കണമെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്നതാണ് സ്റ്റൈൽസ് എഴുതുന്നത്, CSS കൊടുക്കുന്നത്. സോ CSS കൊടുത്ത് അതിനൊന്ന് എസ്തെറ്റിക് സൈഡ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നു. സോ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യും. അപ്പോൾ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ HTML യൂസ് ചെയ്യുന്നു, ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്നു, അതിൽ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാൻ CSS കൊടുക്കുന്നു. ഇനി ഈ വെബ് പേജസിനകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ് ആവശ്യം വരും. സ്ക്രിപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ആവശ്യം വരും. അത് ഫ്രണ്ട് എൻഡിലാണെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് ജാവാ സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ബാക്ക് എൻഡിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യാം. പൈത്തൺ യൂസ് ചെയ്യാം, PHP യൂസ് ചെയ്യാം, നോഡ് യൂസ് ചെയ്യാം. പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ബാക്ക് എൻഡിൽ യൂസ് ചെയ്യാറുണ്ട്. ബാക്ക് എൻഡിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് PHP ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ ആണ് ഫുൾ നെയിം. PHP എന്ന വേർഡിന് എക്സ്പാൻഷൻ വരുമ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ എന്ന് വരും. ഓക്കെ, PHP ആണ് നിങ്ങളുടെ ബാക്ക് എൻഡ് സ്ക്രിപ്റ്റ് ലാംഗ്വേജ്, ഫ്രണ്ട് എൻഡിൽ ജാവാ. ഇനി PHPക്ക് അകത്ത് യൂസ് ചെയ്യുന്ന ഫ്രെയിം വർക്ക് വരുന്നുണ്ട്, ദാറ്റ് ഈസ് ലാറാവെൽ. ഓക്കെ, നിങ്ങളുടെ സബ്ജക്റ്റിന്റെ മൊഡ്യൂൾസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് HTML ആണ്. സെക്കൻഡ് മൊഡ്യൂൾ നിങ്ങൾ പഠിക്കുന്നത് CSSഉം ജാവാ സ്ക്രിപ്റ്റും ആണ്. അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ നിങ്ങൾ പഠിക്കുന്നത് ഫ്രണ്ട് എൻഡ് ആണ്. ദെൻ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് മൊഡ്യൂൾ നിങ്ങൾ പഠിക്കുന്നത് ബാക്ക് എൻഡ് സൈഡ് ആണ്. തേർഡ് മൊഡ്യൂൾ ആകുമ്പോൾ PHP സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോർത്ത് മൊഡ്യൂൾ ആകുമ്പോൾ PHPയുടെ കൂടെ ഡാറ്റാബേസ് കണക്ഷൻ വരുന്നു, MySQL കണക്ഷൻ വരുന്നു. ഫിഫ്ത്ത് ആകുമ്പോൾ PHPയുടെ ഫ്രെയിംവർക്കായ ലാറാവെൽ, ഇത് കൂടാതെ JSON ഡാറ്റ കൂടെ പഠിക്കും. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ എക്സാമിന് നമുക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ മൊഡ്യൂളിൻ്റെ ഓർഡർ നിങ്ങൾ ഒരിക്കലും മാറ്റരുത്, കാരണം ഈ സബ്ജക്റ്റ് ഒരു പ്രശ്നമുണ്ട്. മൊഡ്യൂൾ 1 നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ മൊഡ്യൂൾ 2 പഠിക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഓരോ മൊഡ്യൂൾസും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഫ്രണ്ടിൽ രണ്ട് ഓപ്ഷനുള്ള ഏതർ മൊഡ്യൂൾ 4 ഓർ മൊഡ്യൂൾ 5, ദെൻ മൊഡ്യൂൾ 3, മൊഡ്യൂൾ 5 അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റില്ല. പഠിക്കുന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 ആദ്യം പഠിക്കണം, അത് കഴിഞ്ഞിട്ട് മൊഡ്യൂൾ 2 പഠിക്കുക, ദെൻ മൊഡ്യൂൾ 3 പഠിക്കുക, ദെൻ മൊഡ്യൂൾ 4 പഠിക്കുക. ആ ഒരു ഓർഡറിൽ പോവാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിൽ പോവാം. HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എലമെന്റ്സ് ആണ്. HTML ടാഗ്സിന് സ്പെഷ്യാലിറ്റി ഉണ്ട്. എല്ലാം പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടാഗ്സ് ആണ്. ഓരോ ടാഗിനും ഓരോ മീനിങ് ഉണ്ടാവും. പല ടാഗ്സിനും ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഈ ആട്രിബ്യൂട്ട്സിനും അതിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട്. സോ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ പഠിക്കുമ്പോൾ HTML എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് പഠിക്കുക. അതിന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് W3 സ്കൂൾസ് എന്ന വെബ്സൈറ്റ് എടുക്കുക. അവിടെ HTML ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും W3 സ്കൂൾസിനകത്തുണ്ട്. പക്ഷെ സിലബസ് നോക്കി മാത്രം പഠിക്കുക, കാരണം സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ W3 സ്കൂൾസിനകത്തുണ്ട്. സോ നിങ്ങൾക്ക് സിലബസിൽ എന്താണോ പഠിക്കാനുള്ളത് അത് മാത്രം W3 സ്കൂൾസ് നോക്കി പഠിക്കുക. അതിനകത്ത് ട്രൈ ഇറ്റ് യുവർ സെൽഫ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഓപ്ഷൻസ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ഐഡിയ കിട്ടത്തുള്ളൂ. എക്സാമിന് നമുക്ക് പ്രാക്ടിക്കൽ അല്ല, തിയറിയാണ്, പേപ്പറിൽ എഴുതേണ്ടത്. സോ നിങ്ങൾ ചെയ്ത് പഠിച്ച് 1-2 വട്ടം ചെയ്ത് പഠിച്ചിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യണമെന്നറിയോ, പേപ്പറിൽ എഴുതി പഠിക്കുക. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന് ഒരു ഐഡിയയും കിട്ടത്തില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ടാസ്ക് ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സും ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സും ഉണ്ട്. അവർ ചെയ്യുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഫോർ എക്സാമ്പിൾ HTML നമുക്ക് ചോദിക്കുന്ന ഒരു രജിസ്ട്രേഷൻ ഫോം ആയിരിക്കും. മുന്നേ ചോദിച്ചിട്ടുണ്ട്. സോ ഇത്തവണ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഓക്കെ, HTML രജിസ്ട്രേഷൻ ഫോം എഴുതി പഠിക്കാം. ഒരു സിറ്റുവേഷൻ ചോദിക്കുന്നത് ഒരു ബാങ്ക് എംപ്ലോയി ഡീറ്റെയിൽസ് ഫോം ആയിരിക്കും ചോദിക്കുന്നത്. ഒരിടത്ത് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോം ആയിരിക്കും ചോദിക്കും. ഇവിടെ വരുന്ന ഫീൽഡ് ഒക്കെ ഡിഫറൻ്റ് ആണ്. ഇതൊക്കെ നമുക്ക് ആ സ്പോട്ടിൽ വരണം. ഓക്കെ, ഇന്ന ഫീൽഡാണ് ഇവിടെ കൊടുക്കേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ ആ ടൈമിൽ ഉണ്ടാകണം. സോ അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് ആണ്. അത് നമ്മൾ ചെയ്ത് ശീലിച്ചെടുക്കുക. ഓക്കെ, അല്ലാതെ ഒരിക്കലും കാണാതെ പഠിക്കരുത്. സോ നിങ്ങൾ ആദ്യം HTML പഠിക്കുന്നു. HTML എലമെന്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. IMG ടാഗ്, href,
ആങ്കർ ടാഗ്, ഇങ്ങനെയുള്ള കുറച്ച് ടാഗ്സ് സ്പെഷ്യൽ ആയിട്ടുണ്ട്. അതുപോലെ പി ടാഗ്, പാരഗ്രാഫ്. പി ടാഗിന്റെ യൂസേജ് ഒക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ ആകുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ടേബിൾസ് മസ്റ്റ് ആയിട്ട് പഠിക്കണം. ടേബിൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. സോ ടേബിൾസ് മസ്റ്റ് ആയിട്ട് പഠിക്കണം. ലിസ്റ്റ് പഠിക്കുക. ലിസ്റ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, ഡെഫിനേഷൻ ലിസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിലെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ടോപ്പിക്സിലുണ്ട് URL, URI, MIME. സോ ഇത് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ. ഇത് നിങ്ങൾക്ക് ചോദിക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്, പാർട്ട് എയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പാർട്ട് ബിയിൽ ഫസ്റ്റ് എസ്സേ ക്വസ്റ്റ്യനകത്ത് ഇത് വരാം. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് HTTP റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് ആണ്. ഇതിന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യൂസറിന്റെ റിക്വസ്റ്റ്, അതൊരു HTTP റിക്വസ്റ്റ് ആയിട്ട് നേരെ സെർവറിലേക്ക് പോകും. സെർവർ അവിടെ റെസ്പോണ്ട് ചെയ്യുന്നത് HTTP റെസ്പോൺസ് ആയിട്ടാണ്. ഈ HTTP റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് കണക്ഷൻ ഇത് നന്നായിട്ട് പഠിക്കണം. HTTP റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് HTTP ഹെഡറിൽ എന്താണ് പാസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പഠിക്കണം. സോ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ടേബിൾസ്, ലിസ്റ്റ്, HTTP റിക്വസ്റ്റ് റെസ്പോൺസ്, അതുപോലെ എലമെന്റ്സ്. മൊഡ്യൂൾ 1 ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് മൊഡ്യൂൾ 2ലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് 2 ഏരിയാസാണ് പഠിക്കാനുള്ളത്, CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ്. ത്രൂ HTML നമ്മൾ ഡേറ്റ ഡിസ്പ്ലേ ചെയ്തു. ഭംഗി വരണമെങ്കിൽ അവിടെ എന്ത് വേണം, CSS കൊടുക്കുക. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ബാക്ക് ടു ബാക്ക് ആയിട്ട് അപ്ലൈ ചെയ്ത് പോവാം. ഇവിടെ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യാം, ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് യൂസ് ചെയ്യാം, ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റും യൂസ് ചെയ്യാം. ഇന്റേണൽ ആണെങ്കിലും ആ പേജിൽ തന്നെ ഉണ്ടാകും, പക്ഷെ അത് ടോപ്പിലായിരിക്കും, സെപ്പറേറ്റ് ആയിരിക്കും വരുന്നത്, ബോഡിക്ക് മേളിലായിരിക്കും വരുന്നത്. ഇൻലൈൻ ആണെങ്കിൽ ബോഡിക്ക് അകത്ത് നമ്മൾ എവിടെയാണോ ഒരു പാരഗ്രാഫ് എഴുതുകയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ കൂടെ എഴുതി. ഓക്കെ, എക്സ്റ്റേണൽ ആണെങ്കിൽ സെപ്പറേറ്റ് ഒരു ഫയലായിട്ട്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം, ജാവാസ്ക്രിപ്റ്റും സെപ്പറേറ്റ് ഫയൽ എഴുതാം, അല്ലെങ്കിൽ HTML കോഡിനകത്ത് ബോഡിക്ക് മേലെയായിട്ട് സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് എഴുതാം. CSS പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സെലക്ടേഴ്സ്. ID യൂസ് ചെയ്തിട്ടും ക്ലാസ് യൂസ് ചെയ്തിട്ടുമാണ് സാധാരണ നമ്മൾ എപ്പോഴും HTML എലമെന്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. സോ ഈ സെലക്ടേഴ്സ് ID ആൻഡ് ക്ലാസ് ഇത് രണ്ടും കറക്റ്റായിട്ട് പഠിക്കണം. രണ്ടിനും ഡിഫറൻസ് ഉണ്ട്, ഇത് രണ്ടും കോൾ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ട്, അത് കറക്റ്റായിട്ട് പഠിക്കണം. അതുപോലെ CSS ഇപ്പോൾ പൊസിഷൻ സെറ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട്. ഡിവ് പ്ലേസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അത് പൊസിഷൻ സെറ്റ് ചെയ്യും. അവിടെ അബ്സല്യൂട്ട്, റിലേറ്റീവ്, അങ്ങനെ കുറേ ടൈപ്സ് ഉണ്ട്. സോ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാം. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വെബ്സൈറ്റിലൊക്കെ ഹോവർ എഫക്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ആ ഹോവർ എഫക്റ്റ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ബേക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്, അവിടെ ഒരു ഹോവർ എഫക്റ്റ് വരുന്നുണ്ട്. മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഹോവർ എഫക്റ്റ് വരുന്നുണ്ട്. ആ കാണുന്ന ഷാഡോ ഇല്ല, അതൊരു ഹോവർ എഫക്റ്റ് ആണ്. ഓക്കെ, ഈ ഹോവർ എഫക്റ്റിന് വലിയൊരു പ്രാധാന്യമുണ്ട് CSSൽ. ഒട്ടുമിക്ക വെബ്സൈറ്റിലും സാധാരണ ഹോവർ എഫക്റ്റ് എഴുതാറുണ്ട്. സോ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് ഹോവർ എങ്ങനെ അപ്ലൈ ചെയ്യാം, മാർജിൻ എങ്ങനെ കൊടുക്കാം, പാഡിങ് എങ്ങനെ കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ കൊടുക്കാം, ടെക്സ്റ്റ് കളർ എങ്ങനെ കൊടുക്കാം, ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം. CSSൽ മെയിൻലി ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ജാവാസ്ക്രിപ്റ്റിലേക്ക് പോവാം. ജാവാസ്ക്രിപ്റ്റും PHP രണ്ടുപേരും 2 സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. ജാവാസ്ക്രിപ്റ്റ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്, PHP സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. രണ്ടുപേരും സിമിലർ ആണ്. ഒരാൾ ക്ലയന്റ് സൈഡ് വർക്ക് ചെയ്യുന്നു, ഒരാൾ സെർവർ സൈഡ് സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടും നമ്മൾ C പ്രോഗ്രാമിംഗും ജാവയൊക്കെ പഠിക്കുന്നത് പോലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ സിമിലാരിറ്റി ഉണ്ട്. കൺട്രോൾ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്, ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. സോ നമുക്കൊരു C പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത് അതുപോലെ തന്നെ നമുക്ക് എന്ത് ജാവാസ്ക്രിപ്റ്റും ഈസി ആയിട്ട് പഠിക്കാം. PHPക്കകത്തും സിമിലർ ആയിട്ട് നമുക്ക് ഓപ്പറേഷൻസും ഒക്കെ ചെയ്യാം, കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ്, ഫാക്ടോറിയൽ, ഓഫ് നമ്പർ, പ്രൈമോറിനോട്ട് തുടങ്ങിയ ബേസിക് പ്രോഗ്രാംസ് ഉണ്ടല്ലോ, കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്ത് പഠിക്കണം. കോൾ ബാക്ക് ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതും നന്നായിട്ട് പഠിക്കണം. മൊഡ്യൂൾ 1 HTML, മൊഡ്യൂൾ 2 CSS ആൻഡ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, 2 മൊഡ്യൂൾ കറക്റ്റ് ഓർഡറിൽ പഠിച്ച് കഴിഞ്ഞിട്ട് മാത്രം മൊഡ്യൂൾ 3ലേക്ക് പോവുക. മൊഡ്യൂൾ 3 ആൻഡ് 4 പഠിക്കുന്നത് PHP ആണ്. മൊഡ്യൂൾ 3ൽ PHPയുടെ ബേസിക്സ് പഠിക്കുന്നു. മൊഡ്യൂൾ 4 ആകുമ്പോൾ PHPയുടെ കൂടെ ആ ഡാറ്റാബേസും PHPയും തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റും ഡാറ്റ ട്രാൻസ്ഫറും ആണ് 4th മൊഡ്യൂളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ 3rd മൊഡ്യൂൾ നമ്മൾ കടക്കുമ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് ഇതുപോലെ തന്നെ PHPയിലും ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആദ്യം എഴുതി പഠിക്കാം. അതുപോലെ ഇംപ്ലോഡ്, എക്സ്പ്ലോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ആണ്. എക്സ്പ്ലോഡ് ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ആണ്. കുക്കീസ് ആൻഡ് സെഷൻസ്. ഓക്കെ, PHPയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ചോദിക്കാൻ വളരെ അധികം ചാൻസ് ഉള്ള ഏരിയാസ് ആണ് കുക്കീസ് ആൻഡ് സെഷൻ. മൊഡ്യൂൾ 3ൽ ഇനി പെൻഡിങ് വരുന്നത് PHPക്ക് അകത്ത് അറേസ് നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു C പ്രോഗ്രാം എഴുതുന്ന പോലെ തന്നെയാണ്, ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതുന്നത് പോലെ തന്നെ PHPക്ക് അകത്ത് നമുക്ക് അറേസ് യൂസ് ചെയ്യാം. അവിടെ ഫംഗ്ഷൻസ്, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസും അറേസും കൂടെ നന്നായിട്ട് പഠിക്കണം. മൊഡ്യൂൾ 3 ആൻഡ് 4 ഒരുമിച്ച് പഠിക്കുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. മൊഡ്യൂൾ 3 പഠിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ മൊഡ്യൂൾ 4 പഠിക്കാം. അങ്ങനെ 2 പാർട്ടീഷനല്ല, ഒരൊറ്റ ലാംഗ്വേജ് PHP തന്നെയാണ് മൊഡ്യൂൾ 3ലും 4ലും കിടക്കുന്നത്. എങ്കിലും ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് മൊഡ്യൂൾ 4ൽ ഇനി പെൻഡിങ് വരുന്നത്
ഒരു ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. സത്യത്തിൽ മൊഡ്യൂൾ 1-നകത്ത് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ, ഒരു രജിസ്ട്രേഷൻ ഫോം ക്രിയേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ. മൊഡ്യൂൾ 1-ൽ പക്ഷേ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഒരു ബേസിക് ഫോം മാത്രമേ ആകുന്നുള്ളൂ, യൂസറിന് ഇൻപുട്ട് കൊടുക്കാനുള്ളൊരു ഫോം അത്രേ ആവുന്നുള്ളൂ. മൊഡ്യൂൾ 4 ആകുമ്പോഴാണ് ഇത് ഡാറ്റാബേസിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യണം, പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് ഡാറ്റാബേസിലേക്ക് ഡാറ്റ എത്തിക്കണം. അത് PHP-ലാണ് പഠിക്കുന്നത്. അത് മൊഡ്യൂൾ 4-നകത്ത് ചോദിക്കും. സോ മൊഡ്യൂൾ 4-നകത്ത് എഗെയിൻ ഫോം ക്രിയേറ്റ് ചെയ്ത് HTML ഡാറ്റ എടുത്ത് PHP-യിൽ കൊണ്ടുവന്ന് പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ മൊഡ്യൂൾ 4-ൽ ചോദിക്കും. അവിടെയും എഗെയിൻ ഫോം ക്രിയേഷൻ ഒരു പ്രോഗ്രാമായിട്ട് ചോദിക്കും. PHP MySQL തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് വേണം. സോ ഈ കണക്ഷൻ ബേസ് ചെയ്തിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഈ 4 മൊഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേപ്പറിൽ എഴുതി പഠിച്ച് W3 സ്കൂൾസിൽ നിങ്ങൾ ട്രൈ ഇറ്റ് യുവർ സെൽഫ് ഓപ്ഷൻ യൂസ് ചെയ്ത് നോക്കി അതിന്റെ ഔട്ട്പുട്ട് കണ്ട് വെരിഫൈ ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകും. ഓക്കെ, ഇനി 5-ാമത്തെ മൊഡ്യൂളിൽ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നത് ലാറാവൽ, PHP-യുടെ ഫ്രെയിംവർക്കാണ് ലാറാവൽ. കൂടാതെ ജേസൺ എന്നൊരു ഫോർമാറ്റ് ഉണ്ട്. സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് ജേസൺ ഫോർമാറ്റ്. കാരണം നമ്മൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ജേസണിലൂടെയാണ്, ജേസൺ ഫോർമാറ്റിലാണ്. പൈത്തൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പൈത്തണിൽ ഡിക്ഷണറി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഡിക്ഷണറി കോൺസെപ്റ്റിന് സിമിലർ ആണ് ഈ ജേസൺ ഡാറ്റ. ഓക്കെ, രണ്ടുപേരും കീ വാല്യൂ പെയർ ആണ്, സെയിം സ്ട്രക്ചർ ആണ് രണ്ടുപേരും. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ജേസൺ ഡാറ്റ ടൈപ്പ്, ജേസൺ ഫംഗ്ഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ ലാറാവലിനകത്ത് MVC ആർക്കിടെക്ചർ ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊഡ്യൂൾ 5-ൽ നിങ്ങൾക്ക് പ്രോഗ്രാംസ് ഒന്നും അറിയില്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ തിയറി ഒക്കെ നന്നായിട്ട് പഠിക്കുക. തിയറി ഏരിയാസ് കുറച്ച് ഈസിയാണ്, അത് നന്നായിട്ട് പഠിച്ചു. ഇതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലാറാവലിലെ റൂട്ടിംഗ് മെക്കാനിക്സ്. നെക്സ്റ്റ്, റൂട്ട് മോഡൽ ബൈൻഡിങ്. ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട്, റൂട്ട് മോഡൽ ബൈൻഡിങ്. ഇത് നന്നായിട്ട് പഠിക്കണം. ഇതിൽ ഏത് ടൈപ്പാണ്, ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, ഇതിൽ ഏത് ടൈപ്പാണ് ലാറാവലിൽ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൂടെ നോക്കുക. ഇത്രയും ഏരിയാസ് ആണ് സത്യത്തിൽ നമുക്ക് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന ഏരിയാസ്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പഠിക്കരുത്. പേപ്പറിൽ എഴുതി പഠിക്കുക, കുറേശ്ശെ പേപ്പറിൽ എഴുതി പഠിക്കുക. പേപ്പറിൽ എഴുതി പഠിച്ചിട്ട് W3 സ്കൂൾസിനകത്ത് നിങ്ങൾക്ക് HTML ചെയ്യാം, CSS ചെയ്യാം, ജാവാസ്ക്രിപ്റ്റ് ചെയ്യാം. ഇതിനൊക്കെ അതിനകത്ത് സെപ്പറേറ്റ് ട്യൂട്ടോറിയൽസ് ഉണ്ട്. ആ ട്യൂട്ടോറിയൽസിൽ സിലബസ് നോക്കി സിലബസിനകത്ത് ഉള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. അതിൽ ഒത്തിരി ടോപ്പിക്സ് എക്സ്ട്രാ വരുന്നുണ്ട്, അതൊന്നും പഠിക്കേണ്ട. ഇപ്പോൾ സിലബസിനകത്ത് വരുന്ന ടോപ്പിക്സ് മാത്രം പഠിക്കുക. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ടോപ്പിക്സ് എങ്കിലും അതിൽ കവർ ചെയ്ത് പോവാം. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ഈസി ആവത്തുള്ളൂ. ഓക്കെ, സോ സംഗതി ഈസിയാണ്, പക്ഷെ നമുക്ക് പ്രാക്ടീസ് ആണ് വേണ്ടത്. എല്ലാവർക്കും എക്സാം വളരെ ഈസി ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.